പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ 4 ഇയർ ഡിഗ്രി പ്രോഗ്രാമിൻ്റെ ഭാഗമായിട്ട് BA ഹിസ്റ്ററിയുടെ ഒരു പേപ്പറാണ് കേരളം അപ് ടു 12th സെഞ്ച്വറി CE എന്നുള്ളത്. ഇതിലെ രണ്ടാമത്തെ മൊഡ്യൂളാണ് നമ്മൾ നോക്കുന്നത്. ഇനി നമുക്ക് പോട്രിയെക്കുറിച്ച് നോക്കാം. മെഗാലിത്തിക് കാലഘട്ടത്തിലെ പോട്രിയുടെ പ്രാധാന്യത്തെക്കുറിച്ച് നോക്കാം. The pottery is the most important burial goods of megalithic period, megalithic burial. The black and red ware is considered one of the hallmarks of megalithic burials in South India. This type of pottery is generally considered as typical Iron Age pottery. Excavations at Chattaparamba, Porkalam, Machad, Pazhaiyannur, ചിത്രായ്, പേരാമ്പ്ര, ഉമ്മിച്ചിപ്പോയിൽ, കടനാട്, ആനക്കര etc. of Kerala have yielded this pottery. The advanced burning technology was applied to make black and red ware pottery. മെഗാലിത്തിക് ശ്മശാനത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ശ്മശാന വസ്തുക്കളാണ് മൺപാത്രങ്ങൾ. ബ്ലാക്ക് ആൻഡ് റെഡ് വെയർ പോട്രി ദക്ഷിണേന്ത്യയിലെ മെഗാലിത്തിക് ശ്മശാനങ്ങളുടെ മുദ്രകളിലൊന്നായിട്ട് കണക്കാക്കപ്പെടുന്നുണ്ട്. ഇത്തരത്തിലുള്ള മൺപാത്രങ്ങൾ സാധാരണയായിട്ട് ഇരുമ്പ് യുഗത്തിലെ മൺപാത്രങ്ങളായിട്ട് കണക്കാക്കപ്പെടുന്നുണ്ട്. ചാത്തപ്പറമ്പ്, പോർക്കളം, മച്ചാട്, പഴയന്നൂർ, ചിത്രാരി, പേരാമ്പ്ര, ഉമ്മിച്ചിപ്പൊയിൽ, കടനാട്, അണക്കര തുടങ്ങിയ സ്ഥലങ്ങളിലെ ഉത്ഖനനത്തോടെ ഇത്തരത്തിലുള്ള മൺപാത്രങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട്. കേരളത്തിൽ നിന്നാണ് ഈ മൺപാത്രങ്ങൾ ലഭിച്ചിട്ടുള്ളത്. കറുപ്പും ചുവപ്പും മൺപാത്രങ്ങൾ നിർമ്മിക്കാൻ വിപുലമായിട്ടുള്ള ബേണിംഗ് സാങ്കേതിക വിദ്യ അവർക്കറിയാമായിരുന്നു എന്ന് നമുക്കിതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റും. റെഡ് സ്ലിപ്ഡ് വെയർ ഈസ് അനദർ കാറ്റഗറി which is often found in larger quantities in the burials. Red slip-legged jar, a good number from the rocked sepulchres, cists and dolmens is another pottery type. Rosette-coated painted ware is found in various megalithic sites of Kerala. Recently, a large quantity of RCPW was discovered from Anakkara. It was not a local pottery and probably brought from the Andhra region. Accordingly, it is known as Andhra ware. Chronologically, RCPW is later than black and red ware. It is believed that RCPW belonged to the early historic period. Different kinds of red or black and red potteries, plates, bowls, lids, pottery stands etc. have yielded from the burials. Some of the megalithic pottery carries graffiti marks on the body part that seem to have conveyed some message or sign about the makers of the pot or symbolic representation of the dead persons. റെഡ് സ്ട്രിപ്ഡ് വെയർ എന്ന് പറയുന്നത് മറ്റൊരു വിഭാഗം പോട്ടറിയാണ്. ഇത് പലപ്പോഴും ശ്മശാനങ്ങളിൽ വലിയ അളവിൽ കാണപ്പെടുന്നുണ്ട്. റോക്കറ്റ് സെഫൽച്ചർ, സിസ്റ്റുകൾ, ഡോൾമെൻസ് എന്നിവയിൽ നിന്നുള്ള നല്ലൊരു വിഭാഗം പോട്ടറികളും ഇത്തരത്തിലുള്ള പോട്ടറികളാണ്. കേരളത്തിലെ വിവിധ മെഗാലിത്തിക് സൈറ്റുകളിൽ നിന്ന് റോസറ്റ് കോട്ടഡ് പെയിൻറ്റഡ് വെയർ കാണപ്പെടുന്നുണ്ട്. അടുത്തിടെ ആനക്കരയിൽ ഉത്ഖനനം നടത്തിയപ്പോൾ വലിയ അളവിൽ RCPW പോട്ടറികൾ കണ്ടെത്തിയിട്ടുണ്ട്. ഇതൊരു പ്രാദേശിക മൺപാത്രമല്ല, ഇത് ആന്ധ്രാപ്രദേശിൽ നിന്ന് കൊണ്ടുവന്നതാണെന്ന് പറയപ്പെടുന്നുണ്ട്. അപ്പോൾ അതനുസരിച്ച് ആന്ധ്രാവെയർ എന്ന പേരിലും ഇതിനെ അറിയപ്പെടുന്നു. കുറേ കാലം കഴിഞ്ഞപ്പോൾ ഈ ഒരു മൺപാത്രം ബ്ലാക്ക് ആൻഡ് റെഡ് വെയറിൻ്റെയൊക്കെ പിന്നിലേക്ക് പോയി. RCPW ആദ്യകാല ചരിത്ര കാലഘട്ടത്തിൽ പെട്ടതാണെന്ന് വിശ്വസിക്കപ്പെടുന്നുണ്ട്. അപ്പോൾ വ്യത്യസ്ത തരം ചുവപ്പ് അല്ലെങ്കിൽ കറുപ്പ് അല്ലെങ്കിൽ കറുപ്പും ചുവപ്പും കലർന്ന മൺപാത്രങ്ങൾ, പ്ലേറ്റുകൾ, പാത്രങ്ങൾ, മൂടികൾ, മൺപാത്ര സ്റ്റാൻഡുകൾ തുടങ്ങിയവ ശ്മശാനങ്ങളിൽ നിന്ന് കണ്ടെത്തിയിട്ടുണ്ട്. അപ്പോൾ മെഗാലിത്തിക് മൺപാത്രങ്ങളിൽ ചിലത് ശരീരഭാഗങ്ങളിൽ ഗ്രാഫിറ്റി അടയാളങ്ങൾ വഹിക്കുന്നുണ്ട്. ഇത് കലത്തിൻ്റെ നിർമ്മാതാക്കളെക്കുറിച്ചോ അല്ലെങ്കിൽ ചത്ത രൂപങ്ങളുടെ പ്രതീകാത്മക പ്രതിദാനങ്ങളെക്കുറിച്ചോ കാണിക്കുന്ന തരത്തിലുള്ളതായിരുന്നു ഉണ്ടായിരുന്നത്. കാലക്രമത്തിൽ RCPW ബ്ലാക്ക് ആൻഡ് റെഡ് വെയറിനേക്കാൾ പിന്നിലായി. RCPW ആദ്യകാല ചരിത്ര കാലഘട്ടത്തിൽ പെട്ടതാണെന്ന് വിശ്വസിക്കപ്പെടുന്നുണ്ട്. അപ്പോൾ വ്യത്യസ്ത തരം ചുവപ്പ് അല്ലെങ്കിൽ കറുപ്പ് അല്ലെങ്കിൽ കറുപ്പും ചുവപ്പും തരുന്ന മൺപാത്രങ്ങൾ, പ്ലേറ്റുകൾ, പാത്രങ്ങൾ, മൂടികൾ, മൺപാത്ര സ്റ്റാൻഡുകൾ തുടങ്ങിയവയെല്ലാം ശ്മശാനങ്ങളിൽ നിന്ന് കിട്ടിയിട്ടുണ്ട്. മെഗാലിത്തിക് മൺപാത്രങ്ങളിൽ ചിലത് ശരീരഭാഗങ്ങളിൽ ഗ്രാഫ്റ്റ് ചെയ്ത രീതിയിലുണ്ട്.
അത് ആ കരത്തിൻ്റെ നിർമ്മാതാക്കളെക്കുറിച്ചും അല്ലെങ്കിൽ ചത്ത രൂപങ്ങളുടെ പ്രതീകാത്മക പ്രതിദാനങ്ങളെക്കുറിച്ചോ എന്തെങ്കിലും സന്ദേശം നൽകുന്ന രീതിയിലുള്ളതായിരിക്കാം. ഇനി നമുക്ക് മെറ്റൽ ഒബ്ജക്ട്സിനെ കുറിച്ചാണ് പറയാനുള്ളത്. ലോഹവസ്തുക്കൾ: അയൺ, കോപ്പർ, ബ്രോൺസ് ആൻഡ് ഗോൾഡ്. Iron objects are second main burial goods from the South Indian megaliths. It includes weapons, tools and implements for warfare, agriculture and household purposes. The iron objects include swords, daggers, arrowheads, spearheads, knives, lamps, tridents, tripods, plowshare, sickle, etc. ഇപ്പോൾ ദക്ഷിണേന്ത്യൻ മെഗാലിത്തുകളിൽ നിന്നുള്ള രണ്ടാമത്തെ ശ്മശാന വസ്തുക്കളാണ് ഇരുമ്പ് വസ്തുക്കൾ. അതിൽ ആയുധങ്ങളും ഉപകരണങ്ങളും അടങ്ങിയിട്ടുണ്ട്. യുദ്ധം, കൃഷി, ഗാർഹിക ആവശ്യങ്ങൾ എന്നിവയ്ക്കായി ഇത് നിർമ്മിക്കുന്നുണ്ട്. ഇരുമ്പ് വസ്തുക്കളിലെ വാളുകൾ, കടാരകൾ, അമ്പടയാളങ്ങൾ, കുന്തമുനകൾ, കത്തികൾ, വിളക്കുകൾ, തൃശൂലങ്ങൾ, ട്രൈപ്പോഡുകൾ, കലപ്പകൾ, അരിവാളുകൾ മുതലായവ ഉൾപ്പെടുന്നുണ്ട്. Bronze and copper are other metals rarely reported from the megaliths. Bronze objects are mainly household utensils. A bronze vase from Naduvil in Kannur district, a broken lid portion from Chakothuparamba in Kozhikode district, bangles from Arippa in Kollam district, a bronze lamp from Pulpalli in Wayanad district, a corroded unidentified copper object from Anakara. വെങ്കലവും ചെമ്പും മെഗാലിത്തുകളിൽ നിന്ന് അപൂർവമായിട്ട് റിപ്പോർട്ട് ചെയ്യപ്പെട്ട ലോഹങ്ങളാണ്. വെങ്കല വസ്തുക്കൾ പ്രധാനമായും വീട്ടുപകരണങ്ങൾ. കണ്ണൂർ ജില്ലയിലെ നടുവിൽ നിന്നുള്ള വെങ്കല പാത്രം, കോഴിക്കോട് ജില്ലയിലെ ചാക്കോത്തുപറമ്പിൽ നിന്നുള്ള അടപ്പ് പൊട്ടിയ ഭാഗം, കൊല്ലം ജില്ലയിലെ അരിപ്പയിൽ നിന്നുള്ള വളകൾ, വയനാട് ജില്ലയിലെ പുൽപ്പള്ളിയിൽ നിന്നുള്ള വെങ്കല വിളക്ക്, അണക്കരയിൽ നിന്നുള്ള അജ്ഞാത ചെമ്പ് വസ്തു, ഇതൊക്കെ തന്നെ വീട്ടുപകരണങ്ങളായിട്ടാണ് വെങ്കല വസ്തുക്കൾ പ്രധാനമായിട്ടും കണ്ടെത്തിയിട്ടുള്ളത്. Very rarely the gold remains discovered from megaliths in Kerala like Naduvil, Kannur and Arippa in Kollam. മെഗാലിത്തുകളിൽ നിന്ന് വളരെ അപൂർവമായി മാത്രമേ സ്വർണം കണ്ടെത്തിയിട്ടുള്ളൂ. കേരളത്തിൽ കണ്ണൂരിലെ നടുവിൽ നിന്നും കൊല്ലത്തിലെ അരിപ്പയിൽ നിന്നുമാണ് സ്വർണത്തിൻ്റെ അവശിഷ്ടങ്ങൾ കണ്ടെത്തിയിട്ടുള്ളത്. ഇനി ബീഡ്സിനെ കുറിച്ച് നോക്കാം. മുത്തുകൾ അഥവാ ബീഡ്സ്. Beads are frequently found in great numbers, probably next to pottery and iron objects from the burial context of South India. It includes beads made of semi-precious stones like carnelian, quartz, jasper, agate, onyx, steatite, amethyst, glass and terracotta. The burial urn from Porkalam in Thrissur district yielded 48 etched carnelian beads. Anakara excavation yielded a good number of etched carnelian beads. മുത്തുകൾ പലപ്പോഴും വലിയ സംഖ്യകളിൽ കാണപ്പെടാറുണ്ട്. ഒരുപക്ഷെ ശ്മശാനങ്ങളിൽ മൺപാത്രങ്ങളുടെ കൂടെ തന്നെ മുത്തുകളും കണ്ടിട്ടുണ്ട്. ഇവിടെ വിലയേറിയ മുത്തുകളുണ്ട്, സെമി പ്രീഷ്യസ് സ്റ്റോൺസ് ഉണ്ട്. കാർണീലിയൻ, ക്വാർട്സ്, ജാസ്പർ, അഗേറ്റ്, ഒണിക്സ്, സ്റ്റീറ്റൈറ്റ്, അമത്തിസ്റ്റ്, ഗ്ലാസ് ആൻഡ് ടെറാക്കോട്ട എന്നീ രീതിയിലുള്ള മുത്തുകൾ കാണപ്പെട്ടിട്ടുണ്ട്. തൃശ്ശൂർ ജില്ലയിലെ പോർക്കളത്ത് നിന്നുള്ള ശ്മശാനത്തിൽ കൊത്തിയെടുത്ത 48 കരനെല്ലുകൾ ലഭിച്ചു. അണക്കര ഉദ്ഖനനം നടത്തിയപ്പോഴും കാർണീലിയൻ മുത്തുകൾ ലഭിച്ചിട്ടുണ്ട്. ഇനി ബോണിനെ കുറിച്ച് നോക്കാം. ലൈക്ക് അതിച്ചനല്ലൂർ, ബ്രഹ്മഗിരി ആൻഡ് അതർ സൈറ്റ്സ് ഇൻ തമിഴ്നാടു, the megaliths of Kerala have not yielded the extended human skeletons so far. Bone fragments from the exposed and cremated contexts were found. Cyst burial at Arippa yielded human and animal bone fragments. The burial urns excavated in Anakara in Palakkad district yielded a large quantity of bone fragments. അതിച്ചനെല്ലൂരും ബ്രഹ്മഗിരിയിലും തമിഴ്നാട്ടിലെ മറ്റ് സ്ഥലങ്ങളിലെയും പോലെ കേരളത്തിലെ മെഗാലിത്തുകൾ ഇതുവരെ വികസിച്ച മനുഷ്യ അസ്ഥികൂടങ്ങൾ നൽകിയിട്ടില്ല. അതായത് മനുഷ്യ അസ്ഥികൂടങ്ങൾ ഏറ്റവും കൂടുതൽ നൽകിയിട്ടുള്ള സ്ഥലങ്ങളാണ് അതിച്ചനെല്ലൂരും ബ്രഹ്മഗിരിയും തമിഴ്നാട്ടിലെ മറ്റ് സ്ഥലങ്ങളും. തുറന്നതും ദഹിപ്പിച്ചതുമായ സന്ദർഭങ്ങളിൽ നിന്ന് അസ്ഥിശകലങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട്. അരിപ്പയിലെ
സിസ്റ്റ് ശ്മശാനത്തിൽ മനുഷ്യൻ്റെയും മൃഗങ്ങളുടെയും അസ്ഥികഷ്ണങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട്. പാലക്കാട് ജില്ലയിലെ അണക്കരയിൽ കുഴിച്ചെടുത്ത ശ്മശാനത്തിൽ നിന്ന് വൻതോതിൽ അസ്ഥികഷ്ണങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട്. ഇനി മെഗാലിത്തിക് എക്സ്കവേഷൻസ് നോക്കാം. Many megaliths were excavated and unearthed grave goods from Kerala. The excavated sites included Chathaparamba, Farooq, Chitrai, Perambra, Kuppakolli, Naduvil, Porkalam, Mangad, Ummichippoil, Anakara, Kadanad, etc. ധാരാളം മെഗാലിത്തിക് എക്സ്കവേഷൻസ് നടന്നിട്ടുണ്ട് കേരളത്തിൽ. എവിടെയൊക്കെയാണ്? ചാത്തപ്പറമ്പ, ഫറൂഖ്, ചിത്രായ്, പേരാമ്പ്ര, കുപ്പക്കൊല്ലി, നടുവിൽ, പോർക്കളം, മങ്ങാട്, ഒമ്മിച്ചിപ്പോയിൽ, ആനക്കര, കടനാട് എന്നിവിടങ്ങളിലാണ്. ഇനി ജെ ബാബിങ്ടനെ കുറിച്ചാണ് നമുക്ക് പറയാനുള്ളത്. ഇത് എക്സാമിന് ചോദിക്കുന്ന ചോദ്യമാണ്. ജെ ബാബിങ്ടൺ, എ ബ്രിട്ടീഷ് അഡ്മിനിസ്ട്രേറ്റർ, was the first person who noticed and excavated the megalithic monument in India. He did not use the term megalith to denote the sepulchres. Instead, he termed them as Pandu coolies of Malabar. Babington identified and excavated a cluster of megaliths including umbrella stones, capstone and rocker cave with a square entrance at Chathaparamba on the banks of Bepur river near the present Farooq in Kozhikode district in 1819. In 1823, he published the detailed report of this excavation with an illustration entitled Description of Pandu Coolies in Malabar, with 4 drawings in the Transaction of the Literary Society of Bombay. Though this was first report on megalithic monument, it has much uniqueness. It refers to the landscape of monument, incorporates local myths on origin of burial monument, carrying the preliminary notions on typology, the origin of the burial monument, refers to the method of the excavation in the scientific manner, and contains the drawings and photographs of burial tombs and grave goods. ബ്രിട്ടീഷ് ഭരണാധികാരിയായിരുന്ന ജെ ബാബിങ്ടൺ ആണ് ഇന്ത്യയിൽ ആദ്യമായിട്ട് മെഗാലിത്തിക് സ്മാരകം കണ്ടുപിടിക്കുകയും കുഴിച്ചെടുക്കുകയും ചെയ്തത്. ശവകുടീരങ്ങളെ സൂചിപ്പിക്കാൻ അദ്ദേഹം മെഗാലിത്തിക് എന്ന പദം ഉപയോഗിച്ചില്ല. പകരം മലബാറിലെ പാണ്ഡുക്കൂലികൾ എന്നാണ് അദ്ദേഹം അവരെ വിശേഷിപ്പിച്ചത്. ബേപ്പൂർ നദീതീരത്ത് ഇന്നത്തെ കോഴിക്കോട് ജില്ലയിലെ ഫറൂഖിന് സമീപം ചാത്തപ്പറമ്പ് എന്ന സ്ഥലത്ത് ചതുരാകൃതിയിലുള്ള പ്രവേശന കവാടമുള്ള കുടക്കല്ലുകൾ, മേൽക്കല്ലുകൾ, പാറക്കല്ലുകൾ എന്നിവ ഉൾപ്പെടുന്ന മെഗാലിത്തുകളുടെ ഒരു കൂട്ടം അദ്ദേഹം കണ്ടെത്തി. 1819 അദ്ദേഹം ഈ ഉത്ഖനനത്തിൻ്റെ വിശദമായ റിപ്പോർട്ട് മലബാറിലെ പാണ്ഡുക്കൂലികളുടെ വിവരണം ലിറ്റററി സൊസൈറ്റി ഓഫ് ബോംബെ എന്ന പേരിൽ 4 വാള്യങ്ങളിലായിട്ട് പ്രസിദ്ധീകരിച്ചു. മെഗാലിത്തിക് സ്മാരകങ്ങളെക്കുറിച്ചുള്ള ആദ്യത്തെ റിപ്പോർട്ട് ആയിരുന്നു ഇത്. ഇതിന് വളരെയധികം പ്രാധാന്യമുണ്ട്. ഇത് സ്മാരകത്തിൻ്റെ ആ സ്മാരകത്തിൻ്റെ കാലഘട്ടത്തെക്കുറിച്ചും ആ കാലത്തെ ഭൂപ്രകൃതിയെക്കുറിച്ചും വർണ്ണിക്കുന്നുണ്ട്. ശ്മശാന സംസ്കാരത്തിൻ്റെ ഉത്ഭവത്തെക്കുറിച്ചുള്ള പ്രാദേശിക കെട്ടുകഥകൾ ഇതിലടങ്ങിയിട്ടുണ്ട്. ടൈപ്പോളജിയെക്കുറിച്ചുള്ള പ്രാഥമിക ആശയങ്ങൾ ഇതിൽ പറയുന്നുണ്ട്. അപ്പോൾ ശ്മശാന സംസ്കാരത്തിൻ്റെ ഉത്ഭവം ശാസ്ത്രീയമായ രീതിയിൽ ഉത്ഖനന രീതികളെ സൂചിപ്പിക്കുന്നുണ്ട്. കൂടാതെ നിരവധി ഡ്രോയിങ്ങുകൾ അതിൽ ഉൾക്കൊള്ളുന്നുണ്ട്. അപ്പോൾ ശവകുടീരങ്ങളുടെയും ശവക്കുഴികളുടെയും ഫോട്ടോഗ്രാഫുകൾ അടങ്ങിയിട്ടുണ്ട്. ഇത്തരത്തിൽ ബാബിങ്ടൻ്റെ ഈ ഒരു വിവരണം എന്ന് പറഞ്ഞാൽ വളരെയധികം പ്രാധാന്യം നൽകുന്നതാണ്. The excavation at Chathaparamba yielded typical Iron Age implements including an iron trident, iron tripod, iron hanging lamp, about 21 types of iron instruments, beads and bonds. Babington also noticed a topi called situated at Pudiyangadi on the road to Palakkad. Archaeologist S.B. Darshana revisited the site of Babington in 2006 and identified the present Chathaparamba near Farooq as the site of Babington. ഫറൂഖിനടുത്തുള്ള ചാത്തപ്പറമ്പിൽ നിന്ന് ബാബിങ്ടൻ്റെ എക്സ്കവേഷനിലൂടെ ഇരുമ്പ് ത്രിശൂലം, ഇരുമ്പ് ട്രൈപ്പോഡ്, ഇരുമ്പ് തൂക്കുവിളക്ക് എന്നിവയെല്ലാം കണ്ടെത്തിയിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ എക്സ്കവേഷനിൽ പാലക്കാടുള്ള പുതിയങ്ങാടിയിൽ നിന്ന് തൊപ്പിക്കല്ല് കണ്ടെത്തിയിട്ടുണ്ട്.
2006 ആർക്കിയോളജിസ്റ്റായുള്ള SP ദർശന ബാബിങ്ടൺ സന്ദർശിച്ച സ്ഥലങ്ങളെ റീവിസിറ്റ് ചെയ്യുകയും ആ ഒരു സ്ഥലം എന്ന് പറഞ്ഞത് ഇപ്പോഴത്തെ ഫറോക്കിനടുത്തുള്ള ചാത്തപ്പറമ്പ എന്ന സ്ഥലമാണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. ഇനി പോർക്കളം എക്സ്കവേഷനെ കുറിച്ചാണ് പറയുന്നത്. BK താപ്പർ, an Indian archaeologist who served as the Director General of Archaeological Survey of India from 1978 to 1981, excavated Porkalam in Thrissur district in 1948. This was the first excavation in Kerala after independence. He excavated an urn burial and a cluster of burial types consisting of a rocket cave, dolmen, and porthole cyst within stone circles and urns. Excluding the urn, all other types were found disturbed or damaged. The remaining pyriform urn, which was placed in a pit, was excavated and unearthed typical megalithic remains including 7 pots and their lids and stands, bone fragments, 3 iron implements and 48 etched carnelian beads. Thapar made a comparative analysis of Porkalam artifacts with other South Indian burial assemblages. Based on the comparative analysis between the artifacts of Porkalam and various sites of Tamil Nadu and Karnataka, he concluded that Porkalam megaliths belonged to a period ranging from the 3rd century BC to the 1st century CE. The report of this excavation was published in Porkalam 1948 Excavations of Megalithic Urn Burial. BK താപ്പർ 1978 മുതൽ 81 വരെ ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ ഡയറക്ടർ ജനറലായിട്ട് സേവനമനുഷ്ഠിച്ച വ്യക്തിയാണ്. അദ്ദേഹം 1948 തൃശ്ശൂർ ജില്ലയിലെ പോർക്കളത്ത് ഖനനം നടത്തി. സ്വാതന്ത്ര്യാനന്തരം കേരളത്തിൽ നടന്ന ആദ്യത്തെ ഖനനമായിരുന്നു ഇത്. അദ്ദേഹം ഒരു ഏൺ ബറിയൽസിൻ്റെ അവശിഷ്ടവും അതായത് വിവിധ തരത്തിലുള്ള ശ്മശാനങ്ങളുടെ അവശിഷ്ടങ്ങളും അദ്ദേഹം കുഴിച്ചെടുക്കുന്നുണ്ട്. ശിലാവൃത്തങ്ങൾക്കും കലങ്ങൾക്കുമുള്ളിൽ ഒരു പാറ മുറിച്ച ഗുഹ, ഡോൾമെൻ, പോർത്തോൾ സിസ്റ്റ് എന്നിവ ഉൾപ്പെടുന്നുണ്ട്. കലമൊഴികെയുള്ള മറ്റെല്ലാ സോഴ്സസും കേടുപാടുകളുള്ളതായിട്ട് കണ്ടെത്തി. ഒരു കുഴിയിൽ സ്ഥാപിച്ച ശേഷിക്കുന്ന പെരിഫോം പാത്രം കുഴിച്ചെടുത്തിട്ടുണ്ട്. 7 പാത്രങ്ങളും അവയുടെ മൂടികളും സ്റ്റാൻഡുകളും അസ്ഥിശകലങ്ങളും 3 ഇരുമ്പ് ഉപകരണങ്ങളും 48 കൊത്തിയെടുത്ത കാർണീലിയൻ മുത്തുകളും ഉൾപ്പെടെയുള്ള മെഗാലിത്തിക് അവശിഷ്ടങ്ങൾ കണ്ടെത്തി. ഇപ്പോൾ പോർക്കളത്തെ മറ്റ് ദക്ഷിണേന്ത്യൻ ശ്മശാനങ്ങളുടെ കൂട്ടങ്ങളുമായിട്ട് താരതമ്യപ്പെടുത്തി താപ്പർ അതിനൊരു വിശകലനം നടത്തി. പോർക്കളത്തിൻ്റെ പുരാവസ്തുക്കളും തമിഴ്നാട്ടിലെയും കർണാടകയിലെയും വിവിധ സ്ഥലങ്ങൾ തമ്മിലുള്ള താരതമ്യ വിശകലനം അദ്ദേഹം നടത്തി. പോർക്കളം മെഗാലിത്തുകൾ BC 3-ാം നൂറ്റാണ്ട് മുതൽ CD 1-ാം നൂറ്റാണ്ട് വരെയുള്ള കാലഘട്ടത്തിൽ ഉൾപ്പെട്ടതാണെന്ന് അദ്ദേഹം നിഗമനം നടത്തി. അപ്പോൾ ഈ ഉത്ഖനനത്തിൻ്റെ റിപ്പോർട്ട് പോർക്കളം 1948 എക്സ്കവേഷൻസ് ഓഫ് എ മെഗാലിത്തിക് ഏൺ ബറിയൽ എന്ന പേരിൽ പ്രസിദ്ധീകരിച്ചു. ഇനി മങ്ങാട് എക്സ്കവേഷനെ കുറിച്ചാണ് പറയാനുള്ളത്. ദ സത്യമൂർത്തി, a superintendent archaeologist of the Archaeological Survey of India, excavated about 12 burial urns at Mangadu in Kollam district in 1992. According to Satyamurthy, Mangad may be a corrupt form of Tamil Imakadu, Ima meaning funeral and Kadu denoting Sudagadu. All these urns were handmade dull red ware without a lid. They yielded pottery, iron objects, beads and bonds. The pottery included 3 categories: the huge urns, the medium-sized jars and the associated burial potteries. The urns and jars were handmade red pottery and associated potteries are wheel-made black and red ware and red wares. The iron implements included wedges, long cutting knives, sickles, tangled knives and blades. The absence of war weapons in conspicuous to this site. Satyamurthy argued the occurrence of large numbers of agricultural implements and the location of the monuments overlooking Arable and show that the builders of these megaliths were preliminary agriculturalists. The semi-precious carnelian beads with and without etched marks were also found. Based on
carbon-14 dating, it is suggested that the Mangadu urns belong to a period ranging from 1000 BC to 800 BC. This excavation proved that the Iron Age of Kerala commenced in 100 BC. The report of excavation published in 1992 entitled The Iron Age in Kerala, a report of the Mangadu excavation. ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ സൂപ്രണ്ടായിരുന്ന ടി സത്യമൂർത്തി 1992 കൊല്ലം ജില്ലയിലെ മങ്ങാട് എന്ന സ്ഥലത്ത് 12ഓളം ശ്മശാന പാത്രങ്ങൾ ഉദ്ഖനനം ചെയ്തു. ഓക്കെ, തമിഴ്നാട്ടിൽ ഇമഗാഡോ ഇമ എന്നൊക്കെ പറഞ്ഞാൽ അത് ശവസംസ്കാര രീതിയാണ്. സുടുകാഡോ പ്ലോട്ട് ഫോർ ക്രിമേഷൻ, ശവസംസ്കാരത്തിനുള്ള പ്ലോട്ട് ഫോർ എക്സ്പോഷനുള്ള പ്ലോട്ട്. ഈ രീതിയിലാണ് ആ ഒരു പദം ഉപയോഗിച്ചിട്ടുള്ളത്. ഇവിടെ നിന്നെല്ലാം കൈകൊണ്ട് നിർമ്മിച്ച ഡള്ളായിട്ടുള്ള റെഡ് വെയർ പോട്ടറീസ് ആണ് കിട്ടിയിട്ടുള്ളത്. മൺപാത്രങ്ങൾ, ഇരുമ്പ് വസ്തുക്കൾ, മുത്തുകൾ, അസ്ഥികൾ എന്നിവ ഇവിടെ നിന്ന് കിട്ടിയിട്ടുണ്ട്. മൺപാത്രങ്ങളിൽ 3 വിഭാഗങ്ങളുണ്ട്. കൂറ്റൻ പാത്രങ്ങളുണ്ട്, ഇടത്തരം വലിപ്പമുള്ള പാത്രങ്ങളുണ്ട്, ശ്മശാനത്തിനോടനുബന്ധമായിട്ടുള്ള മൺപാത്രങ്ങളുണ്ട്. കലങ്ങളും ഭരണികളും കൈകൊണ്ട് നിർമ്മിച്ച ചുവന്ന മൺപാത്രങ്ങളായിരുന്നു. ചക്രത്തിൽ നിർമ്മിച്ച കറുപ്പും ചുവപ്പും പാത്രങ്ങളും, ചുവപ്പ് മാത്രമുള്ള പാത്രങ്ങളുണ്ട്. ഇപ്പോൾ ഇരുമ്പ് ഉപകരണങ്ങളിൽ വെഡ്ജുകൾ, അതായത് അതിൻ്റെ മൂലകൾ, ഇരുമ്പ് ഉപകരണങ്ങൾക്ക് വെഡ്ജുകളോട് കൂടിയതും, അതുപോലെ മുറിക്കുന്ന കത്തികൾ, അരിവാള്, ഈടുകൾ, ഇതൊക്കെ തന്നെ ഉണ്ട്. ഈ ഒരു സൈറ്റിൽ നിന്ന് യുദ്ധങ്ങൾ കിട്ടിയിട്ടില്ല. അദ്ദേഹം പറയുന്നത് ധാരാളം കാർഷിക ഉപകരണങ്ങളുടെ സംഭാവനയും കൃഷിയോഗ്യമായ ഭൂമിയെ അഭിമുഖീകരിക്കുന്ന സ്മാരകങ്ങളുടെ സ്ഥാനവും ഈ മെഗാലിത്തിക് നിർമ്മാതാക്കൾ അതിന് പ്രാധാന്യം നൽകിയിട്ടുണ്ട് എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ അഭിപ്രായത്തിൽ കാർഷിക ഉപകരണങ്ങളും അതുപോലെ തന്നെ മെഗാലിത്തിക് സ്മാരകങ്ങൾ കാർഷിക മേഖലയിൽ നൽകിയ സംഭാവനയെക്കുറിച്ചും പറയുന്നുണ്ട്. മെഗാലിത്തിക് സ്മാരകങ്ങളിൽ നിന്നും അക്കാലത്തെ കാർഷിക വൃത്തിയെക്കുറിച്ച് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. കൊത്തുപണികളുള്ളതും അല്ലാത്തതുമായിട്ടുള്ള കാർലീനിയൻ ബീഡ്സുകളും കണ്ടെത്തിയിട്ടുണ്ട്. കാർബൺ-14 ഡേറ്റിങ്ങിനെ അടിസ്ഥാനമാക്കിയിട്ട് മങ്ങാട് ഉള്ള ഉത്ഖനനത്തിലൂടെ ഏകദേശം 1000 മുതൽ 800 BC വരെയുള്ള കാലഘട്ടത്തിലാണ് ഈ ഒരു സംസ്കാരം നിലനിന്നതെന്ന് വിശ്വസിക്കപ്പെടുന്നുണ്ട്. അപ്പോൾ കേരളത്തിൻ്റെ ഇരുമ്പ് യുഗം ആരംഭിച്ച BC 1000-ലാണെന്ന് ഉത്ഖനനത്തിൽ തെളിയിക്കപ്പെടുന്നുണ്ട്. അപ്പോൾ കേരളത്തിലെ ഇരുമ്പ് യുഗം എന്ന തലക്കെട്ടിൽ 1992 അദ്ദേഹം ഉത്ഖനനത്തിൻ്റെ ഒരു റിപ്പോർട്ട് പ്രസിദ്ധീകരിക്കുന്നുണ്ട്. ഇനി വരുന്നത് ഉമ്മിച്ചിപ്പോയിൽ എക്സ്കവേഷനാണ്. ഉമ്മിച്ചിപ്പോയിൽ ഈസ് ആൻ ഇമ്പോർട്ടൻറ്റ് മെഗാലിത്തിക് ആർക്കിയോളജിക്കൽ സൈറ്റ് എക്സ്കവേറ്റഡ് ബൈ ദ ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ, തൃശ്ശൂർ circle in 2001. It was a site of rocket caves. The rocket caves are located on the laterite hilltop of Karindalam village of Hosturg Taluk, Kasaragod district. About 11 caves were identified and only 4 were excavated. All others were found in disturbed condition. 2001 തൃശ്ശൂർ സർക്കിളിലെ ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ ഖനനം ചെയ്ത ഒരു പ്രധാന മെഗാലിത്തിക് പുരാവസ്തു സ്ഥലമാണ് ഉമ്മിച്ചിപ്പോയിൽ. പാറകൾ വെട്ടിയ ഗുഹകളുള്ള സ്ഥലമായിരുന്നു ഇത്. കാസർഗോഡ് ജില്ലയിലെ ഹോസ്ദുർഗ് താലൂക്കിലെ കരിന്തളം ഗ്രാമത്തിലെ ലാറ്ററൈറ്റ് കുന്നിൻ മുകളിലാണ് പാറയിൽ വെട്ടിയ ഗുഹകൾ കണ്ടെത്തിയിട്ടുള്ളത്. 11ഓളം ഗുഹകൾ കണ്ടെത്തി. 4 മാത്രമേ ഖനനം ചെയ്തിട്ടുള്ളൂ. മറ്റുള്ളവയെല്ലാം തന്നെ അസ്വസ്ഥമായിട്ട് നിലയിൽ, അതായത് കേടുവന്ന നിലയിലാണ് കിടക്കുന്നത്. ദ ASI team conducted an extensive rocket cave excavation and about 4 caves were excavated and unearthed burial assemblages like various types of red wares, red-legged potteries, black wares, black and red wares, and iron objects. ASI സംഘം പാറകൾ വെട്ടിയുണ്ടാക്കിയ ഗുഹാ ഖനനം വിപുലമായിട്ട് നടത്തുകയും 4ഓളം ഗുഹകൾ കുഴിച്ചെടുക്കുകയും ചുവന്ന കാലുകളുള്ള വിവിധതരം ചുവന്ന പാത്രങ്ങൾ പോലെയുള്ള ശ്മശാന ശേഖരങ്ങൾ കണ്ടെത്തുകയും ചെയ്തിട്ടുണ്ട്. ദിസ് മേ ബി വാല്യുബിൾ ഇൻഫർമേഷൻ ഓൺ ദ continuity of Neolithic tradition in the period of megalithic builders. The report of the same is unpublished but available at ASI Thrissur Circle. However, the details of Ummichipoil excavations are available in the articles and
Doctoral thesis Archaeology of Kasaragod of K. Jayashree Nair. Based on the style and typology of caves, the burial is tentatively dated between 500 BC to 500 CE. നിയോലിത്തിക് കാലഘട്ടത്തെക്കുറിച്ചുള്ള ഒരു വാല്യുവബിൾ ഇൻഫോർമേഷനാണ് ഈ ഒരു സൈറ്റിൽ നിന്ന് നമുക്ക് കിട്ടിയിട്ടുള്ളത്. മൺപാത്രങ്ങൾ, കറുത്ത പാത്രങ്ങൾ, കറുപ്പ് ചുവപ്പ് പാത്രങ്ങൾ, ഇരുമ്പ് വസ്തുക്കൾ, മൺപാത്രങ്ങൾക്കിടയിൽ, ഇതൊക്കെ തന്നെ മൺപാത്രങ്ങൾക്കിടയിൽ നിന്ന്, അതായത് ഈ സൈറ്റിൽ നിന്ന് കണ്ടെത്തിയിട്ടുണ്ട്. നിയോലിത്തിക് കാലഘട്ടത്തിലെ മങ്ങിയ ചുവന്ന പാത്രങ്ങളിൽ ചാനൽ പുള്ളികളുള്ള പാത്രങ്ങൾ കണ്ടെത്തി. മെഗാലിത്തിക് നിർമ്മാതാക്കളുടെ കാലഘട്ടത്തിലെ നിയോലിത്തിക് പാരമ്പര്യത്തിൻ്റെ തുടർച്ചയെക്കുറിച്ചുള്ള വിലപ്പെട്ട വിവരങ്ങളായിരിക്കാം ഇവിടെ നിന്ന് കിട്ടിയിട്ടുണ്ടാവുക. അപ്പോൾ ഇതിൻ്റെ റിപ്പോർട്ട് പ്രസിദ്ധീകരിച്ചിട്ടില്ലെങ്കിലും ASI തൃശ്ശൂർ സർക്കിളിൽ ഇത് ലഭ്യമാണ്. എന്നാൽ ഉമ്മിച്ചിപ്പോയിൽ ഉത്ഖനനത്തിൻ്റെ വിശദ വിവരങ്ങൾ K. ജയശ്രീ നായരുടെ കാസർഗോഡ് ആർക്കിയോളജിയിലെ ലേഖനങ്ങളിലും ഡോക്ടർ തീസിസിലും ലഭ്യമാണ്. അപ്പോൾ ഗുഹകളുടെ ശൈലി അല്ലെങ്കിൽ ടൈപ്പോളജി അടിസ്ഥാനമാക്കിയിട്ട് ശ്മശാനത്തിൽ നിന്നുള്ള വിവരമനുസരിച്ച് 500 BC മുതൽ 500 CE വരെയുള്ള കാലഘട്ടമാണ് മെഗാലിത്തിക് കാലഘട്ടം എന്ന് ഒരു നിഗമനത്തിൽ എത്തിയിട്ടുണ്ട്. ഇനി ആനക്കര എക്സ്കവേഷനെ കുറിച്ചാണ് പറയാനുള്ളത്. The School of Social Science, Mahatma Gandhi University, Kottayam carried out 2 seasons of excavations at Anakkara in Palakkad district in 2008 and 2009 under the leadership of Rajan Gurukal, V. Selvakumar and K.P. Shajan. The excavated monuments included a stone circles with three urns, another one with 3 rocket cave chambers, an umbrella stone containing burial goods and 2 urns. The burial goods comprised black and red ware, red slipware, rosette corded painted ware, black burnished ware, black ware, iron objects like tripods, tridents, arrowheads, daggers, swords, lamps, unidentified corroded copper objects, etched carnelian and steatite beads with steatite pendants and bone fragments. The charred bone and the exposed bone fragments were discovered from the urns. All the burial goods were placed above the yellowish sand bed filled in the bottom part of the pyriform urns. Several pause holes in a circle in the laterite plateau located very close to the stone circle were another important feature of this site. കോട്ടയം മഹാത്മാഗാന്ധി സർവകലാശാലയിലെ സ്കൂൾ ഓഫ് സോഷ്യൽ സയൻസ് പാലക്കാട് ജില്ലയിലെ ആനക്കരയിൽ നിന്നും 2008 2009 രാജൻ ഗുരുക്കൾ, വി സെൽവകുമാർ, KP ഷാജൻ എന്നിവർ കുഴിച്ചെടുത്ത സ്മാരകങ്ങളിൽ 3 കലവറകളുള്ള ശിലാവൃത്തം കണ്ടെത്തി. മറ്റൊന്നിൽ 3 പാറകൾ മുറിച്ച ഗുഹാ അറകൾ കണ്ടെത്തി. ശ്മശാന വസ്തുക്കൾ അടങ്ങിയ ഒരു കുടക്കല്ല്, 2 പാത്രങ്ങൾ എന്നിവ കണ്ടെത്തി. കറുപ്പും ചുവപ്പും കലർന്ന മൺപാത്രങ്ങൾ, ചുവപ്പ് സ്ലിപ്ഡ് വെയർ, റൂസറ്റ് പൂശിയ പെയിൻറ്റഡ് വെയർ, ബ്ലാക്ക് ബേണിഷ് വെയർ, ബ്ലാക്ക് വെയർ, ഇരുമ്പ് വസ്തുക്കളായ ട്രൈപ്പോഡുകൾ, ത്രിശൂലങ്ങൾ, അമ്പടയാളങ്ങൾ, കടാരകൾ, വാളുകൾ, വിളക്കുകൾ, തിരിച്ചറിയപ്പെടാത്ത തുരുമ്പിച്ച ചെമ്പ് വസ്തു, സ്റ്റീറ്റൈറ്റുള്ള വസ്തുക്കൾ ഇവയൊക്കെ കണ്ടെത്തിയിട്ടുണ്ട്. സ്റ്റീറ്റൈറ്റ് പെൻഡുകളും അസ്ഥിശകലങ്ങളുമുള്ള മുത്തുകൾ, കരിഞ്ഞ അസ്ഥിയും തുറന്ന അസ്ഥിശകലങ്ങളും കലങ്ങളിൽ കണ്ടെത്തിയിട്ടുണ്ട്. അപ്പോൾ എല്ലാ ശ്മശാന സാമഗ്രികളും പെരിഫോം പാത്രങ്ങളുടെ അടിഭാഗത്ത് നിറച്ച മഞ്ഞ കലർന്ന മൺതടത്തിന് മുകളിലായിട്ട് സ്റ്റേറ്റൈറ്റ് പെൻഡുകളും അസ്ഥിശകലങ്ങളുള്ള മുത്തുകൾ, കരിഞ്ഞ അസ്ഥികൾ, തുറന്ന അസ്ഥികൾ ഇവയൊക്കെ കണ്ടെത്തിയിട്ടുണ്ട്. അപ്പോൾ എല്ലാ ശ്മശാന സാമഗ്രികളും പെരിഫോം പാത്രങ്ങളുടെ അടിഭാഗത്ത് നിറച്ച മഞ്ഞ കലർന്ന മൺതടത്തിൽ മുകളിലായി സ്ഥാപിച്ചിട്ടുണ്ട്. കല്ല് വൃത്തത്തിന് വളരെ അടുത്തായിട്ട് സ്ഥാപിച്ചിട്ടുണ്ട്. ലാറ്ററൈറ്റ് പീഠഭൂമിയിലെ വൃത്താകൃതിയിലുള്ള നിരവധി പോസ്റ്റ് ദ്വാരങ്ങൾ ഈ സൈറ്റിൻ്റെ മറ്റൊരു പ്രധാനപ്പെട്ട സവിശേഷതയാണ്. 2008 ഖനനത്തിൽ ശ്രദ്ധേയമായുള്ള തെളിവുകൾ കിട്ടിയിട്ടുണ്ട്. ഇരുമ്പ് യുഗത്തിന് മുമ്പുള്ള ഘട്ടത്തിലെ മധ്യശിലായുഗ വാസസ്ഥലങ്ങളെക്കുറിച്ച് വ്യക്തമായ തെളിവുകൾ 2008 ഖനനത്തിൽ നിന്ന് കിട്ടിയിട്ടുണ്ട്. കുടക്കല്ല്, കല്ല്, വൃത്തങ്ങൾ എന്നിങ്ങനെ കുഴിച്ചെടുത്ത മെഗാലിത്തുകൾക്ക് വളരെ അടുത്തായിട്ട് ഒരു ട്രയൽ ട്രെഞ്ച് സ്ഥാപിച്ചു. The 2008 excavation also discovered remarkable evidence about the Mesolithic settlements in pre-Iron Age phase. A trial trench was laid
out very close to the excavated megaliths like umbrella stone and stone circles to understand the nature of settlement patterns. The excavation provided a few potteries from the Iron Age period. Very surprisingly, this trial trench unearthed about 24 Mesolithic implements made of quartz from the archaeological layer below the Iron Age layer. This evidence sheds light on the distribution of Stone Age settlements in the region and also signified existence of Mesolithic habitation in the Palakkad and Malappuram districts in particular and North Kerala in general. Anakkara sites exist the borders of Malappuram and Palakkad district. 2008 ഖനനത്തിൽ ഇരുമ്പ് യുഗത്തിന് മുമ്പുള്ള കാലഘട്ടത്തിലെ മധ്യശിലായുഗ വാസസ്ഥലങ്ങളെക്കുറിച്ചുള്ള ശ്രദ്ധേയമായ തെളിവുകൾ ലഭിക്കുന്നുണ്ട്. കുടക്കല്ല്, കല്ല് വൃത്തങ്ങൾ എന്നിങ്ങനെ കുഴിച്ചെടുത്ത മെഗാലിത്തുകൾക്ക് വളരെ അടുത്തായിട്ട് ഒരു ട്രയൽ ട്രെഞ്ച് സ്ഥാപിച്ചിട്ടുണ്ട്. ഇരുമ്പ് യുഗ കാലഘട്ടത്തിലെ ഏതാനും മൺപാത്രങ്ങൾ കിട്ടിയിട്ടുണ്ട്. വളരെ ആശ്ചര്യം തോന്നുന്നത് ഇരുമ്പ് യുഗ പാളിക്ക് താഴെയുള്ള പുരാവസ്തു പാളിയിൽ നിന്ന് ക്വാർട്സ് കൊണ്ട് നിർമ്മിച്ച ഏകദേശം 24 മെസോലിത്തിക് ഉപകരണങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട്. ഈ തെളിവുകൾ ഈ പ്രദേശത്തെ ശിലായുഗ വാസസ്ഥലങ്ങളുടെ വിതരണത്തിലേക്ക് നമുക്ക് വെളിച്ചം വീശുന്നുണ്ട്. കൂടാതെ പാലക്കാട്, മലപ്പുറം ജില്ലകളിലും പ്രത്യേകിച്ച് വടക്കൻ കേരളത്തിലും മധ്യശിലായുഗ ആവാസ വ്യവസ്ഥയുടെ നിലനിൽപ്പുണ്ടായിരുന്നുവെന്ന് നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റും. ഇനി നമുക്ക് മെഗാലിത്തിക് സംസ്കാരത്തെക്കുറിച്ചാണ് പറയാനുള്ളത്. Megalithic culture. The megaliths represented the Iron Age and early historic cultural phases of ancient Kerala. The megalithic typologies and the grave goods discussed above have shown that the megalithic society was organized and technologically advanced. The variety that occurs in the typologies has pointed to the existence of social hierarchy among the megalithic people. The monuments and the grave goods are signified to nature of economy, belief and society during the time of megaliths. പുരാതന കേരളത്തിൻ്റെ ഇരുമ്പ് യുഗത്തെയും ആദ്യകാല ചരിത്രപരമായ സാംസ്കാരിക ഘട്ടങ്ങളെയും പ്രതിനിധീകരിക്കുന്നതാണ് മഹാശിഖരങ്ങൾ അല്ലെങ്കിൽ മഹാശിലകൾ. മെഗാലിത്തിക് ടൈപ്പോളജിയും ശ്മശാന വസ്തുക്കളും മെഗാലിത്തിക് സമൂഹത്തെക്കുറിച്ചും സുസംഘടിതമായ ഒരു സമൂഹത്തെക്കുറിച്ചും സാങ്കേതികമായ അവരുടെ പുരോഗതിയെക്കുറിച്ചും കാണിക്കുന്നുണ്ട്. ടൈപ്പോളജിയിൽ സംഭവിക്കുന്ന വ്യത്യാസങ്ങൾ മെഗാലിത്തിക് ആളുകൾക്കിടയിൽ സാമൂഹിക ശ്രേണിയിലെ വ്യത്യാസങ്ങൾ നിലനിന്നിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. സ്മാരകങ്ങളും ശവക്കുഴികളും മെഗാലിത്തുകളുടെ കാലത്തെ സമ്പദ് വ്യവസ്ഥ, അവരുടെ വിശ്വാസം, സമൂഹം എന്നിവയുടെ സ്വഭാവത്തെക്കുറിച്ചുള്ള സൂചനകൾ നൽകുന്നുണ്ട്. ഇനി മെഗാലിത്തിക് എക്കണോമിയെക്കുറിച്ച് നോക്കാം. The people of megalithic period were involved in the various means of subsistence such as hunting and gathering, animal husbandry, agriculture and craft production and exchanges. They made and used various types of iron tools to meet their livelihood. The above discussion shows that the megalithic burials enclosed various iron implements. The spearheads, arrowheads, swords, tridents, daggers, knives, axes, etc. were used by the megalithic people for hunting purposes. The multi-crop production pattern of Kerala started from the period of megalithic builders. They reclaimed the land for cultivation by using iron implements like axes. The discovery of iron plowshare from the megalithic sites are Kuppakolli and Arippa shows the spread of plough-based agriculture during the Iron Age and early historic period of Kerala. മെഗാലിത്തിക് കാലഘട്ടത്തിലെ സമ്പദ് വ്യവസ്ഥയെക്കുറിച്ച് പറയുമ്പോൾ പ്രധാനമായും ആളുകൾ വേട്ടയാടലും കായികനികൾ ശേഖരിക്കലും മൃഗസംരക്ഷണം, കൃഷി, കരകൗശല ഉൽപ്പാദനം, കൈമാറ്റ സമ്പ്രദായം ഇവയൊക്കെയായിരുന്നു അവരുടെ ഉപജീവന മാർഗ്ഗങ്ങൾ. വിവിധതരം ഇരുമ്പ് ഉപകരണങ്ങൾ ഉണ്ടാക്കി അവർ ഉപയോഗിച്ചിട്ടാണ് അവർ ഉപജീവന മാർഗം തേടിയിട്ടുണ്ടായിരുന്നത്. മെഗാലിത്തിക് ശ്മശാനങ്ങളിൽ വിവിധ ഇരുമ്പ് ഉപകരണങ്ങൾ ഉണ്ടായിരുന്നു. കുന്തമുനകൾ, അമ്പടയാളങ്ങൾ, വാളുകൾ, തൃശൂലങ്ങൾ, കടാരകൾ, കത്തികൾ, മഴു ഇവയൊക്കെ തന്നെ മഹാശിലായുഗ കാലഘട്ടത്തിലെ മനുഷ്യർ വേട്ടയാടാൻ വേണ്ടി ഉപയോഗിച്ചതാണ്. മഹാശിലായുഗ നിർമ്മാതാക്കളുടെ കാലഘട്ടം മുതലാണ് കേരളത്തിൻ്റെ ബഹുവിള ഉൽപ്പാദന രീതി ആരംഭിച്ചത്. മഴു പോലുള്ള ഇരുമ്പ് ഉപകരണങ്ങൾ ഉപയോഗിച്ചിട്ടാണ് അവർ ഉപയോഗിച്ചായിരുന്നു അവർ കൃഷി ചെയ്തിരുന്നത്. വയനാട്ടിലെ കുപ്പക്കൊല്ലി, കൊല്ലത്തിലെ അരിപ്പ എന്നീ പ്രദേശങ്ങളിൽ നിന്നും മെഗാലിത്തിക് സൈറ്റുകളിൽ നിന്ന് ഇരുമ്പ് കലപ്പയുടെ കണ്ടെത്തലുണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇരുമ്പ് യുഗത്തിലെയും കേരളത്തിലെ ആദ്യത്തെ ചരിത്ര കാലഘട്ടത്തിലെയും
ഇരുമ്പ് യുഗത്തിലെയും കേരളത്തിലെ ആദ്യ ചരിത്ര കാലഘട്ടത്തിലെയും സമ്പദ് വ്യവസ്ഥ പൂർണ്ണമായിട്ടും കൃഷിയെ അടിസ്ഥാനമാക്കി ഉള്ളതായിരുന്നു. The discovery of semi-precious stone beads shows that the megalithic people were involved in the internal long-distance exchanges. Semi-precious stones like quartz, carnelian, amethyst, beryl, steatite, jasper, etc. are not locally available in Kerala. Such stones were available in Maharashtra and Gujarat coast. The merchants from such regions or Kerala were involved in the exchange of these stones or manufactured beads. Similarly, the presence of copper, bronze and gold also signified the development of exchanges. More detailed about the movement of itinerary merchant groups in ancient Tamilagam and are available in early Tamil Sangam works, which will be discussed in the next chapter. സെമി പ്രീഷ്യസ് ആയിട്ടുള്ള മുത്തുകളുടെ കണ്ടെത്തൽ മെഗാലിത്തിക് കാലഘട്ടത്തിലെ ജനങ്ങൾ ദീർഘദൂര വിനിമയങ്ങൾ ഏർപ്പെട്ടിരുന്നതിന് തെളിവാണ്. ക്വാർട്സ്, കാർണീലിയൻ, അമേത്തിസ്റ്റ്, ബെറിൽ, സ്റ്റീറ്റൈറ്റ്, ജാസ്പർ തുടങ്ങിയ മുത്തുകൾ കേരളത്തിൽ പ്രാദേശികമായി ലഭ്യമായിരുന്നില്ല. ഇത് മഹാരാഷ്ട്ര, ഗുജറാത്ത് തീരങ്ങളിൽ നിന്നും വന്നതാണ്. ഇത് നമ്മുടെ എക്സ്ചേഞ്ചിൻ്റെ തെളിവാണ്. വിവിധ പ്രദേശങ്ങൾ തമ്മിലുള്ള എക്സ്ചേഞ്ച് നടന്നിരുന്നു എന്നതിൻ്റെ തെളിവാണ്. അത്തരം പ്രദേശങ്ങളിൽ നിന്നോ കേരളത്തിൽ നിന്നുള്ള വ്യാപാരികൾ ഈ കല്ലുകളോ നിർമ്മിച്ച മുത്തുകളോ കൈമാറ്റം നടത്തിയിട്ടുണ്ടാവാം. അതുപോലെ ചെമ്പ്, വെങ്കലം, സ്വർണം എന്നിവയുടെ സാന്നിധ്യമുണ്ട്. ഇതും എക്സ്ചേഞ്ചിനെ സൂചിപ്പിക്കുന്നതാണ്. പ്രാചീന തമിഴകത്തിലെ യാത്രാ വ്യാപാരി സംഘങ്ങളുടെ നീക്കങ്ങളെക്കുറിച്ചുള്ള കൂടുതൽ വിശദാംശങ്ങൾ ആദ്യകാല തമിഴ് സംഘകൃതികളിൽ നിന്ന് നമുക്ക് കിട്ടിയിട്ടുണ്ട്. Iron working, pottery making and stone masonry were the important features of megalithic technology. The discovery of a large number of iron implements and crucibles from the megalithic site shows that the megalithic people were involved in iron mining, smelting and tool making. Similarly, the unearthed potteries from the burial monuments in different types such as black and red ware, red slipped ware, rusted coated and painted ware, black ware, red colored logged jars, etc. displayed the mastery of megalithic people in pottery making by using wheels and kiln. The large urn or nannangadi were handmade. The mastery of megalithic people in laterite and granite stone masonry is evinced by the magnificent monuments like umbrella stone, capstone, rocket chambers, stone circles, cyst, dolmen, etc. ഇരുമ്പ് പണി, മൺപാത്ര നിർമ്മാണം, കല്ലുപണി എന്നിവ മെഗാലിത്തിക് സാങ്കേതിക വിദ്യയുടെ പ്രധാനപ്പെട്ട സവിശേഷതകളായിരുന്നു. ഇരുമ്പ് ഖനനം, ഉരുക്കൽ, ഉപകരണ നിർമ്മാണം എന്നിവയിൽ മെഗാലിത്തിക് ആളുകൾ നല്ല പ്രാവീണ്യമുള്ളവരായിരുന്നു. മെഗാലിത്തിക് സൈറ്റുകളിൽ നിന്ന് ധാരാളം ഇരുമ്പ് ഉപകരണങ്ങളും ക്രൂസിബിളുകളും ലഭിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ശ്മശാന സ്മാരകങ്ങളിൽ നിന്ന് കണ്ടെത്തിയ മൺപാത്രങ്ങൾ, ചുവപ്പ് മൺപാത്രങ്ങൾ, റെഡ് സ്ലിപ്പ് വെയർ മൺപാത്രങ്ങൾ, റോസറ്റ് കോട്ടഡ് ആൻഡ് പെയിൻറ്റിംഗ് വെയർ മൺപാത്രങ്ങൾ, അതുപോലെ തന്നെ ബ്ലാക്ക് വെയർ, റെഡ് വെയർ, ലെഗ് ജാറുകൾ ഇതൊക്കെ തന്നെ കണ്ടെത്തിയിട്ടുണ്ട്. അപ്പോൾ ചക്രങ്ങളും ചൂളകളും ഉപയോഗിച്ച് മൺപാത്ര നിർമ്മാണത്തിൽ മെഗാലിത്തിക് മനുഷ്യർ വൈദഗ്ധ്യം ഉണ്ടായിരുന്നു എന്ന് ഇവിടെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. വലിയ പാത്രം അല്ലെങ്കിൽ നന്നങ്ങാടികൾ ഇവരുടെ പാത്ര നിർമ്മാണത്തിലെ പ്രാവീണ്യത്തെ എടുത്തു കാണിക്കുന്നതാണ്. അത് കൈകൊണ്ട് നിർമ്മിച്ചതാണ് നന്നങ്ങാടികൾ. അപ്പോൾ മെഗാലിത്തിക് ജനതയുടെ ലാറ്ററൈറ്റ് കൊണ്ടുള്ള നിർമ്മാണത്തിലുള്ള പ്രാവീണ്യത്തെയും എടുത്ത് കാണിക്കുന്നുണ്ട്. കുടക്കല്ല്, ക്യാപ്സ്റ്റോണ്, റോക്കറ്റ് ചേമ്പർ, സ്റ്റോൺ സർക്കിൾ, സിസ്റ്റ്, ഡോൾമന് ഇതൊക്കെ തന്നെ ലാറ്ററൈറ്റിലും ഗ്രാനൈറ്റിലുമുള്ള അവരുടെ കൊത്തുപണി ചെയ്യാനുള്ള അവരുടെ കഴിവിനെടുത്ത് കാണിക്കുന്നതാണ്. The archaeologists and historians are proposing various arguments about the nature of megalithic economy. According to A. Sridhara Menon, the megalithic people were not only settled people but also practical agriculturalists. B.K. Gururaja Rao has given a detailed survey of megaliths of Kerala and argued that the megalithic society depended mainly on agriculture for their livelihood. T. Satyamurthy argued the occurrence of large numbers of agricultural implements and the location of monuments overlooking arable lands show that the builders of these megaliths were primarily agriculturists.
According to Rajendambhat, the Megalith society was based on agricultural production in the wet, garden and hillock regions. പുരാവസ്തു ഗവേഷകരും ചരിത്രകാരന്മാരും മെഗാലിത് സമ്പദ് വ്യവസ്ഥയുടെ സ്വഭാവത്തെക്കുറിച്ച് വിവിധ വാദങ്ങൾ മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. ശ്രീധരമേനോൻ പറയുന്നതനുസരിച്ച് മഹാശിലായുഗത്തിലെ ജനങ്ങൾ കുടിയേറ്റക്കാർ മാത്രമല്ല പ്രായോഗിക കൃഷിക്കാരും കൂടിയായിരുന്നു. BK ഗുരുരാജറാവു കേരളത്തിലെ മെഗാലിത്തുകളെക്കുറിച്ച് വിശദമായ ഒരു സർവേ നടത്തുകയും മെഗാലിത്തിക് സമൂഹം പ്രധാനമായും കൃഷിയെ ആശ്രയിച്ച് ജീവിക്കുന്നവരാണെന്ന് വാദിക്കുകയും ചെയ്യുന്നുണ്ട്. സത്യമൂർത്തി പറയുന്നത് ധാരാളം കാർഷികോപകരണങ്ങളുടെ സംഭവവും കൃഷിയോഗ്യമായ ഭൂമിയെ അഭിമുഖീകരിക്കുന്ന സ്മാരകങ്ങളുടെ സ്ഥാനവും ഈ മെഗാലിത്തുകളുടെ നിർമ്മാതാക്കൾ പ്രാഥമികമായിട്ട് അവർ കർഷകരായിരുന്നു എന്ന് എടുത്തു കാണിക്കുന്നുണ്ട്. അപ്പോൾ രാജൻ ചേടമ്പത്ത് പറയുന്നതനുസരിച്ച് മെഗാലിത്ത് സൊസൈറ്റി തോട്ടം, കുന്നിൻ പ്രദേശങ്ങളിലെ കാർഷികോൽപാദനം എന്നിവയെ അടിസ്ഥാനമാക്കി ജീവിച്ചവരായിരുന്നു എന്ന് പറയുന്നുണ്ട്. രാജൻ ഗുരുക്കൾ ആൻഡ് രാഘവ വാര്യർ says that the Iron Age megalithic society involved mixed means of the subsistence including hunting and gathering, animal husbandry, agriculture and craft production. The Iron Age society was familiar with the metal, craft and ceramic technologies. The burial monuments have shown that they had architectural knowledge. The use of pillars and dirt jams in the rock-cut caves shows the rock-cut architecture to be the prototype of what has been evolved in wooden architecture. According to them, the megalithic monuments and grave goods represent the involvement of the Iron Age and early historic people in the inter-regional and intra-regional exchanges and nature of their social organization. Differences in the size of megalithic monuments and nature of grave goods suggesting differentiations in social status and ranking also point to the nature of contemporary political power. ഇരുമ്പുയുഗ മഹാശിലായുഗ സമൂഹത്തിൽ വേട്ടയാടലും ശേഖരിക്കലും മൃഗസംരക്ഷണവും കൃഷിയും കരകൗശല ഉൽപാദനവും ഉൾപ്പെടെയുള്ള സമ്മിശ്രമായിട്ടുള്ള ഉപജീവന മാർഗങ്ങളായിരുന്നു തേടിയിരുന്നതെന്ന് രാജൻ ഗുരുക്കളും രാഘവ വാര്യരും പറയുന്നുണ്ട്. ഇരുമ്പുയുഗ സമൂഹത്തിന് ലോഹം, കരകൗശല, സെറാമിക്, സാങ്കേതിക വിദ്യകൾ ഇവയൊക്കെ തന്നെ പരിചിതമായിരുന്നു. അവർക്ക് വാസ്തുവിദ്യ പരിജ്ഞാനം ഉണ്ടായിരുന്നുവെന്ന് ശ്മശാന സ്മാരകങ്ങൾ തെളിയിക്കുന്നുണ്ട്. പാറയിൽ മുറിച്ച ഗുഹകളിൽ തൂണുകളുടെയും വാതിലുകളുടെയും ഉപയോഗം, അതുപോലെ തന്നെ തടികൊണ്ടുള്ള വാസ്തുവിദ്യ വികസിപ്പിച്ചതിൻ്റെ തെളിവുകൾ, അതുപോലെ പ്രോട്ടോടൈപ്പ് റോക്കറ്റ് ആർക്കിടെക്ചറിൻ്റെ തെളിവുകൾ, ഇവയൊക്കെ തന്നെ ആ കാലഘട്ടത്തിൽ ഇവർക്ക് കരകൗശല മേഖലയിൽ നല്ല പ്രാവീണ്യം ഉണ്ടായിരുന്നുള്ളതിൻ്റെ തെളിവാണ്. ഇപ്പോൾ ഇവരുടെ അഭിപ്രായത്തിൽ മെഗാലിത്തിക് സ്മാരകങ്ങളും ശവക്കുഴികളും ഇരുമ്പ് യുഗത്തിൻ്റെയും ആദ്യകാല ചരിത്രകാരന്മാരുടെയും അന്തർദേശീയവും പ്രാദേശികവുമായിട്ടുള്ള കൈമാറ്റത്തിൻ്റെ തെളിവുകളും കിട്ടുന്നുണ്ട്. അപ്പോൾ അവരുടെ സാമൂഹിക സംഘടനയുടെ സ്വഭാവത്തിലുള്ള അല്ലെങ്കിൽ അവരുടെ സാമൂഹികപരമായിട്ടുള്ള സംഘടനാപരമായ രീതികളെക്കുറിച്ചും ഒരു സൊസൈറ്റിയുടെ ഡെവലപ്മെൻറ്റിനെ കുറിച്ചൊക്കെ തന്നെ ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. മെഗാലിത്തിക് സ്മാരകങ്ങളുടെ വലുപ്പത്തിലും ശ്മശാന വസ്തുക്കളുടെ സ്വഭാവത്തിലുമുള്ള വ്യത്യാസങ്ങൾ സാമൂഹിക പദവിയിലും റാങ്കിങ്ങിലും സമൂഹത്തിൽ വ്യത്യാസങ്ങൾ നിലനിന്നിരുന്നു എന്ന് മനസ്സിലാക്കാൻ പറ്റും. മാത്രമല്ല ആ കാലത്തുള്ള സമകാലിക രാഷ്ട്രീയ ശക്തികളുടെ സ്വഭാവത്തെക്കുറിച്ചും ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റും. ഇനി അവരുടെ വിശ്വാസത്തെക്കുറിച്ച് നോക്കുമ്പോൾ the megalithic monuments represent various beliefs related to ancestor worship, fear or respect towards the dead and belief in the soul or life after death. Megalithic monuments are graves or memorials erected in honor of the dead. The megaliths primarily represented the burial practices of the Iron Age and early historic period. The mortal remains from the megaliths have revealed that the Iron Age society followed various forms of burial practices. As mentioned earlier, the megalithic builders practiced both primary and secondary burials in South India, but in Kerala, only secondary burials have been reported also, for they made different types of sepulchres for their dead ancestors. It ranges from the usual urn type to the complex rock-cut sepulchres, stone circle, cyst, dolmen, umbrella stones, etc. The early Tamil Sangam works like Purananuru and Manimekale refer to the different types of burial practices of ancient Tamilagam. ഇനി അവരുടെ വിശ്വാസത്തെക്കുറിച്ച് പറയുമ്പോൾ പൂർവികരുടെ ആരാധന, മരിച്ചവരോടുള്ള ഭയം അല്ലെങ്കിൽ വിശ്വാസം അല്ലെങ്കിൽ ബഹുമാനം, അതുപോലെ ആത്മാവിലോ മരണാനന്തര ജീവിതത്തിലുള്ള അവരുടെ വിശ്വാസം, ഇവയുമായി ബന്ധപ്പെട്ട വിവിധ വിശ്വാസങ്ങളാണ് അവർക്കുണ്ടായിരുന്നത്. മരിച്ചവരുടെ ബഹുമാനാർത്ഥം അവരുടെ ശവകുടീരങ്ങളിൽ അവരുപയോഗിച്ച സാധനങ്ങൾ, ഉപകരണങ്ങൾ, മുത്തുകൾ,
എല്ലാം തന്നെ അടക്കം ചെയ്യുന്നുണ്ട്. മെഗാലിത്തുകൾ പ്രാഥമികമായി ഇരുമ്പ് യുഗത്തിലെയും ആദ്യകാല ചരിത്ര കാലഘട്ടത്തിലെയും ശ്മശാന രീതികളെ പ്രതിനിധീകരിക്കുന്നവരാണ്. അപ്പോൾ ഇരുമ്പ് യുഗ സമൂഹം വിവിധ തരത്തിലുള്ള ശ്മശാന രീതികളെ പിന്തുടർന്നിട്ടുണ്ടായിരുന്നു. മെഗാലിത്തുകളിൽ നിന്നുള്ള മൃതശരീരങ്ങളിൽ അവർ ഇരുമ്പ് യുഗത്തിൽ ജീവിച്ചവരാണ്. അതായത് ഇരുമ്പ് യുഗത്തിലുള്ള തെളിവായിട്ട് ഇരുമ്പ് ഉപകരണങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട്. ദക്ഷിണേന്ത്യയിലെ പ്രാഥമികവും ദ്വിതീയവുമായ ശ്മശാനങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട്. അപ്പോൾ കേരളത്തിലെ ദ്വിതീയ ശ്മശാനങ്ങളാണ് കൂടുതലുള്ളത്. അവിടുന്നും ഇവിടുന്നും മാത്രമേ പ്രാഥമിക ശ്മശാനങ്ങൾ കണ്ടെത്തിയിട്ടുള്ളൂ. മരിച്ചുപോയ തങ്ങളുടെ പൂർവികർക്കായി അവർ പലതരത്തിലുള്ള ശവകുടീരങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇത് സാധാരണക്കാരൻ്റെ ശവകുടീരം പോലെ ആയിരുന്നില്ല. അത് ഉന്നതനും താഴ്ന്നവനും തമ്മിലുള്ള വ്യത്യാസം, അല്ലെങ്കിൽ സമൂഹത്തിലെ സ്ഥാനമുള്ളവരും ഇല്ലാത്തവരും എന്നുള്ള വ്യത്യാസങ്ങൾ നിലനിന്നിട്ടുണ്ടായിരുന്നു. പാറകൾ മുറിച്ച ശവകുടീരങ്ങൾ, കല്ല് വൃത്തങ്ങൾ, സിസ്റ്റർ, ഡോൾമൻ, കുടക്കല്ല് ഇവയെല്ലാം കണ്ടെത്തിയിട്ടുണ്ട്. ആദ്യകാല തമിഴ് സംഘകൃതിയായിട്ടുള്ള പുറനാനൂറും മണിമേഖലയും പ്രാചീന തമിഴകത്തിൻ്റെ വിവിധ തരത്തിലുള്ള ശ്മശാന രീതികളെക്കുറിച്ച് പ്രതിപാദിക്കുന്നുണ്ട്. Probably William Logan is the pioneer scholar who tried to observe the connection of the megaliths of Kerala with the religion and death rituals. According to him, persons who caused sorrow and trouble in life were after death supposed to be the cause of further unhappiness, and as such they had to be propitiated with gifts which they would have appreciated when alive. They had to be supplied with the weapons, the cooking pots, the oil receptacles, the lamps, the ornaments, the water jars, and the implements which they used during life. ഒരു പക്ഷേ വില്യം ലോഗൻ കേരളത്തിലെ മഹാശിലാ ശിഖരങ്ങൾക്ക് മതവും മരണാചാരങ്ങളും തമ്മിലുള്ള ബന്ധം നിരീക്ഷിക്കാൻ ശ്രമിച്ച പണ്ഡിതന്മാരിലെ പ്രധാനിയാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ അഭിപ്രായത്തിൽ ജീവിതത്തിൽ ദുഃഖവും പ്രശ്നങ്ങളും ഉണ്ടാക്കിയ വ്യക്തികൾ മരണശേഷം കൂടുതൽ അസന്തുഷ്ടിക്ക് കാരണമായി എന്ന് പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അവർ ജീവിച്ചിരിക്കുമ്പോൾ അവർ വിലമതിക്കുന്ന സമ്മാനങ്ങൾ നൽകേണ്ടതായിരുന്നു. ആയുധങ്ങൾ, പാചകം ചെയ്യുന്ന പാത്രങ്ങൾ, എണ്ണപ്പാത്രങ്ങൾ, വിളക്കുകൾ, ആഭരണങ്ങൾ, ജലപാത്രങ്ങൾ, ഇവരൊക്കെ അവർ ജീവിതകാലത്ത് ഉപയോഗിച്ചിരുന്ന പാത്രങ്ങൾ അവർ ദാനം നൽകുമായിരുന്നു. മെഗാലിത്തിക് സ്മാരകങ്ങൾ പൂർവികരുടെ പഗോഡകളായി കണക്കാക്കുകയും ജീവിച്ചിരിക്കുന്ന സമൂഹത്തിന് വഴിപാടുകൾ നൽകുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. The megalithic monuments are treated as pagodas of the ancestors and the living society was given offerings. The dead persons got the status of spirit after death. Even now and the people believed that they have supernatural power to control the universe. മെഗാലിത്തിക് സ്മാരകങ്ങൾ പൂർവികരുടെ പഗോഡകളായി കണക്കാക്കുകയും ജീവിച്ചിരിക്കുന്ന സമൂഹത്തിന് വഴിപാടുകൾ നൽകുകയും ചെയ്തിരുന്നു. മരിച്ച വ്യക്തിക്ക് ഇപ്പോഴും മരണാനന്തരം ആത്മാവിൻ്റെ പദവി ലഭിച്ചിട്ടുണ്ടായിരുന്നു. പ്രപഞ്ചത്തെ നിയന്ത്രിക്കാൻ തങ്ങൾക്ക് അമാനുഷിക ശക്തിയുണ്ടെന്ന് ആളുകൾ വിശ്വസിച്ചിട്ടുണ്ടായിരുന്നു. ഇനി ആ കാലഘട്ടത്തിലെ സൊസൈറ്റിയെക്കുറിച്ച് നോക്കാം. The megalithic monuments and unearthed grave goods show the existence of various skilled occupational groups such as stone masons, pot makers, ironsmiths, braziers, goldsmiths, bead manufacturers, etc. Iron was the most prominent metal used by people. The iron working was the central feature of contemporary technology. The iron smelting was a specialized craft which is evidenced by the iron objects or implements unearthed from the burials. മെഗാലിത്തിക് സ്മാരകങ്ങളും കുഴിച്ചെടുത്ത ശ്മശാന വസ്തുക്കളും കല്ലുപണിക്കാർ, കലം നിർമ്മാതാക്കൾ, ഇരുമ്പ് പണിക്കാർ, ബ്രേസിയേഴ്സ്, സ്വർണ്ണപ്പണിക്കാർ, കൊന്ത നിർമ്മാതാക്കൾ തുടങ്ങി വിവിധ വിദഗ്ധരായ തൊഴിൽ ഗ്രൂപ്പുകളുടെ ഒരു അസ്തിത്വം മെഗാലിത്തിക് കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നു. ആളുകൾ ഉപയോഗിച്ചിരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ലോഹം ഇരുമ്പായിരുന്നു. ആധുനിക സാങ്കേതിക വിദ്യയുടെ കേന്ദ്ര സവിശേഷതയായിരുന്നു ഏത്? ഇരുമ്പ് കൊണ്ടുള്ള ജോലികൾ. അപ്പോൾ ഇരുമ്പ് ഉരുക്കുന്നത് ഒരു പ്രത്യേക കരകൗശലമായിരുന്നു. ഇത് ശ്മശാനങ്ങളിൽ നിന്ന് കണ്ടെത്തിയ ഇരുമ്പ് വസ്തുക്കളോ ഉപകരണങ്ങളോ അവർക്ക് ഇരുമ്പ് കൊണ്ടുള്ള ഉപകരണങ്ങൾ നിർമ്മിക്കാനുള്ള അവരുടെ കഴിവിനെ എടുത്തു കാണിക്കുന്നുണ്ട്. The people of this period were involved in various subsistence forms such as hunting, cultivation, fishing, and internal long distance and external exchanges. Since the megalithic tradition overlaps the early historic period, many references to the nature of social formation are available in the early Sangam literature, which will be discussed in the next chapter.
ഈ കാലഘട്ടത്തിലെ ആളുകൾ വേട്ടയാടൽ, കൃഷി, മത്സ്യബന്ധനം, ആന്തരിക ദീർഘദൂര ബാഹ്യ കൈമാറ്റ സമ്പ്രദായങ്ങൾ എന്നിവയെല്ലാം അവരുടെ ഉപജീവന മാർഗമായിട്ട് മാറിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ മെഗാലിത്തിക് പാരമ്പര്യം ആദ്യകാല ചരിത്ര കാലഘട്ടത്തെ ഓവർലാപ്പ് ചെയ്യുന്ന രീതിയിലുള്ളതാണ്. സാമൂഹിക രൂപീകരണത്തിൻ്റെ സ്വഭാവത്തെക്കുറിച്ചുള്ള നിരവധി പരാമർശങ്ങൾ ആദ്യകാല സംഘ സാഹിത്യത്തിൽ ലഭ്യമാണ്. അപ്പോൾ ഇതിനെക്കുറിച്ചൊക്കെ നമുക്ക് അടുത്ത ചാപ്റ്ററിൽ പറയാം. ഇനി many ethno-archaeological and historical studies have been focused on survival of megalithic tradition in existing tribal society of Kerala. L.A. Krishna Iyer, the earliest social anthropologist of Kerala, studied the life of the megalithic builders based on burial monuments and ethnographic survey among the living tribes of Kerala like Malapandaram, മാലയരയം, കാടാറ്, പണിയര്, മുതുവന്, ഊരാളി, മലപുലയര്, കുറുമ്പര്, ചെറുമാര്, കുറിച്ചാര്, etc. He observed the survival of burial riches among the living tribes and tried to correlate it with the megalithic tradition. According to him, megalithism prevails to some extent among certain of these tribes. The Malayaravan tract is strewn with a large number of dolmens which from the graves of their chieftains. They now erect miniature dolmens when a man dies an unnatural death. The Malapulayas plant a stone at the head, feet and breast of the deceased. The Nayadis make stone representation of the departed and they are planted in a circle. കേരളത്തിലെ നിലവിലുള്ള ഗോത്ര സമൂഹത്തിൽ മെഗാലിത്തിക് പാരമ്പര്യങ്ങളുടെ നിലനിൽപ്പിന് നിരവധി വംശീയ പുരാവസ്തു ചരിത്ര പഠനങ്ങൾ ശ്രദ്ധ കേന്ദ്രീകരിച്ചിട്ടുണ്ട്. കേരളത്തിലെ ആദ്യകാല സാമൂഹിക നരവംശ ശാസ്ത്രജ്ഞനായിട്ടുള്ള L.A. കൃഷ്ണയ്യർ ശ്മശാന സ്മാരകങ്ങളെ അടിസ്ഥാനമാക്കിയുള്ള മഹാശിലായുഗ നിർമ്മാതാക്കളുടെ ജീവിതവും മലപ്പാന്തരം, മലയരവര്, കാതര്, പണിയര്, മുതുവാന്, ഊരാളി, മലപുലയര്, കുറുമ്പര്, ചെറുമര് തുടങ്ങിയ കേരളത്തിൽ ജീവിച്ചിരുന്ന ഗോത്രങ്ങൾക്കിടയിലെ നരവംശ സർവേയും നടത്തിയിട്ടുണ്ട്. ജീവിച്ചിരിക്കുന്ന ഗോത്രങ്ങൾക്കിടയിൽ പ്രധാനപ്പെട്ടതാണ് കുറിച്യര്. ഇവരുടെ ആചാരങ്ങളെക്കുറിച്ച് അദ്ദേഹം അന്വേഷണം നടത്തുകയും മെഗാലിത്തിക് പാരമ്പര്യങ്ങളുമായിട്ട് ബന്ധിപ്പിക്കാൻ ശ്രമിക്കുകയും ചെയ്തു. അദ്ദേഹത്തിൻ്റെ അഭിപ്രായത്തിൽ ഈ ഗോത്രങ്ങളിൽ ഒരു പരിധിവരെ മലയരവർ എന്ന ഒരു വിഭാഗം ഈ മെഗാലിത്തിക് കാലഘട്ടത്തിലുണ്ടായിരുന്ന മലയരവർ എന്ന വിഭാഗം ഇന്ന് നിലനിൽക്കുന്നുണ്ട്. ഒരു മനുഷ്യൻ അസ്വാഭാവികമായിട്ട് മരിക്കുമ്പോൾ അവരുടെ തലവന്മാരുടെ ശവകുടീരങ്ങൾ ഉണ്ടാക്കാറുണ്ട്. മരിച്ചയാളുടെ ശിരസിലും പാദങ്ങളും മൂലകളിലും ഒക്കെ കല്ലുകൾ നട്ടുവെക്കും. അപ്പോൾ ഈ രീതിയിലായിരുന്നു ആ കാലത്ത് മെഗാലിത്തിക് സംസ്കാരം നിലനിന്നിരുന്നത്. അജിത് കുമാർ, an archaeologist, studied the ethno-archaeology of the Cholanaikans of Nilambur, Malappuram district and explored the survival of megalithic tradition among them. He observed the survival of the megalithic belief in life after death in the contemporary burial practice of Cholanaikans who practiced primary extended burial. He stated that the Cholanaikans put all belongings of the deceased in the burial pit and there are little changes in burial forms of men, women and children. For the deceased man, they put an iron axe, knife and other objects related to his life. For when they placed dressed and vessels containing food and prepared a hearth on the left side of the dead body and left burning after burial, which shows that women are the responsible person in the cooking even in the other world. For deceased child, they put dresses on the parents and placed milk, toys and all other things used by the child. Thus, they argues that the Cholanaikans still believed in the soul and its rebirth. പുരാവസ്തു ഗവേഷകനായുള്ള അജിത് കുമാർ മലപ്പുറം ജില്ലയിലെ നിലമ്പൂരിലെ ചോല നായ്ക്കന്മാരുടെ നരവംശാസ്ത്രം പഠിക്കുകയും അവർക്കിടയിലെ മഹാശിലാ
പാരമ്പര്യത്തിൻ്റെ നിലനിൽപ്പ് അന്വേഷിക്കുകയും ചെയ്തു. പ്രാഥമിക വിപുലീകൃതമായുള്ള ശവസംസ്കാരം നടത്തിയിരുന്ന ചോല നായക്കന്മാരുടെ സമകാലിക ശവസംസ്കാര സമ്പ്രദായത്തിൽ മരണാനന്തര ജീവിതത്തിലെ മെഗാലിത്ത് വിശ്വാസങ്ങളുടെ നിലനിൽപ്പ് അദ്ദേഹം നിരീക്ഷിച്ചു. ചോല നായക്കന്മാർ മരിച്ചയാളുടെ എല്ലാ സാധനങ്ങളും ശ്മശാന കുഴിയിൽ ഇട്ടുവെക്കുകയും ചെയ്തിരുന്നു. സ്ത്രീകളുടെയും പുരുഷന്മാരുടെയും കുട്ടികളുടെയും ശ്മശാന രൂപങ്ങളിൽ വ്യത്യാസമുണ്ടായിരുന്നു. മരിച്ച പുരുഷന് അവർ ഇരുമ്പ് കോടാലി, കത്തി, മരിച്ച പുരുഷന് അവർ ഇരുമ്പ് കോടാലി, കത്തി, അവരുടെ ജീവിതവുമായി ബന്ധപ്പെട്ട മറ്റു വസ്തുക്കൾ എല്ലാം തന്നെ അവരുടെ ശവക്കല്ലറയിൽ വെക്കുമായിരുന്നു. വസ്ത്രങ്ങളും ഭക്ഷണ സാധനങ്ങളും അടങ്ങിയ പാത്രങ്ങളും മൃതദേഹത്തിൻ്റെ ഇടതുവശത്ത് അടുപ്പ് തയ്യാറാക്കുകയും സംസ്കരിച്ച ശേഷം അത് കത്തിക്കുകയും ചെയ്യുന്നു. ഇത് മറ്റു ലോകത്ത് പോലും പാചകത്തിൽ ഉത്തരവാദിത്തമുള്ള വ്യക്തിയാണ് സ്ത്രീ എന്ന് കണക്കാക്കുന്ന രീതിയിലാണ് സ്ത്രീയുടെ ശ്മശാനത്തിൽ ഇങ്ങനെ വെച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ മരിച്ചുപോയ ഒരു കുട്ടിക്ക് അവർ മാതാപിതാക്കൾക്ക് വസ്ത്രങ്ങൾ ധരിക്കുകയും പാലും കളിപ്പാട്ടങ്ങളും കൂട്ടി ഉപയോഗിക്കുന്ന മറ്റെല്ലാ വസ്തുക്കളും സ്ഥാപിക്കുകയും ചെയ്യും. അങ്ങനെ ചോല നായക്കന്മാർ ഇപ്പോഴും ആത്മാവിലും അതിൻ്റെ പുനർജന്മത്തിലും വിശ്വസിച്ചിരുന്നു എന്ന് ഇതിൽ നിന്നും ചോല നായക്കന്മാർ ആത്മാവിലും പുനർജന്മത്തിലും വിശ്വസിച്ചിരുന്നു നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ പറ്റും. മഞ്ജുള പോയിലെ ഹിസ്റ്റോറിയൻ സ്റ്റഡീഡ് ദ mortuary practices of tribal population of North Kerala and found the survival of megalithic tradition in their burial practices. She argues that there is a striking parallel between the megalithic cultural traits and the burial practices of the present day tribes of Kerala. The tribes practiced the erection of commemorative stones and believed in life after death, and therefore they enclosed all belongings of the deceased in the grave. ചരിത്രകാരിയായിട്ടുള്ള മഞ്ജുള പോയിൽ വടക്കൻ കേരളത്തിലെ ഗോത്രവർഗ്ഗക്കാരുടെ മോർച്ചറി രീതികൾ പഠിക്കുകയും അവരുടെ ശ്മശാന രീതികളിലെ മെഗാലിത്തിക് പാരമ്പര്യങ്ങളുടെ അതിജീവനം കണ്ടെത്തുകയും ചെയ്യുന്നുണ്ട്. കേരളത്തിലെ ഇന്നത്തെ ഗോത്രങ്ങളുടെ ശ്മശാന രീതികളും മെഗാലിത്തിക് സാംസ്കാരിക സവിശേഷതകളും തമ്മിൽ ശ്രദ്ധേയമായിട്ടുള്ള ഒരു സാമ്യത ഉണ്ടെന്ന് വാദിക്കുന്നുണ്ട്. അപ്പോൾ ഗോത്രങ്ങൾ സ്മാരകശിലകൾ സ്ഥാപിക്കുന്നത് പരിശീലിക്കുകയും മരണാനന്തര ജീവിതത്തിൽ വിശ്വസിക്കുകയും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അവർ മരിച്ചയാളുടെ എല്ലാ വസ്തുക്കളും അവർ ശവക്കുഴിയിൽ അടക്കം ചെയ്യുന്നുണ്ട് എന്ന് ആര് പറയുന്നുണ്ട്? മഞ്ജുള പോയില പറയുന്നുണ്ട്. ഇനി ഇതിൻ്റെ കൺക്ലൂഷൻ പാർട്ടാണ്. The discussion made in this chapter reveals that the early habitation in Kerala occurred during the prehistoric Stone Age, and the advanced settlement formation started from the period of megaliths in Iron Age. The discovery of the stone tools of the Paleolithic, Mesolithic and Neolithic periods from different parts of Kerala reveals the formation of prehistoric human settlements in the region. The rock shelters of Edakal, Marayur, etc. represent the survival of human settlements from the prehistoric to Iron Age and early historic periods. The megaliths are the burial monuments of the Iron Age, and they overlapped in the early historic period. There are different typologies of megaliths such as Kodakal, Topical, rock-cut caves, stone circles, dolmen, menhir, urn, etc. The monuments enclosed grave goods like iron and other metal. അപ്പോൾ ഇതിൻ്റെ ഒരു കൺക്ലൂഷൻ നോക്കാം നമുക്ക്. അതായത് ഇതുവരെ നമ്മൾ കിട്ടിയ വിവരം അനുസരിച്ച് ചരിത്രാതീത ശിലായുഗത്തിലാണ് കേരളത്തിലെ ആദ്യകാല വാസസ്ഥലം ഉണ്ടായതെന്നും ഇരുമ്പ് യുഗത്തിലെ മെഗാലിത്തുകളുടെ കാലഘട്ടത്തിൽ നിന്നാണ് വിപുലമായ വാസസ്ഥല രൂപീകരണം ആരംഭിച്ചതെന്നും നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇപ്പോൾ കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് പാലിയോലിത്തിക്, മെസോലിത്തിക്, നവീന ശിലായുഗ കാലഘട്ടത്തിലെ ശിലായുധങ്ങൾ നമ്മൾ കണ്ടെത്തിയിട്ടുണ്ട്. ഈ പ്രദേശത്തെ ചരിത്രായുധ കാലത്തെ മനുഷ്യവാസ കേന്ദ്രങ്ങളുടെ രൂപീകരണത്തെക്കുറിച്ച് നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റും. എടക്കൽ, മറയൂർ മുതലായ പാറമടകൾ, എടക്കൽ, മറയൂർ എന്നിവിടങ്ങളിൽ നിന്ന് കണ്ടെത്തിയിട്ടുള്ള പാറമടകൾ ചരിത്രാതീത കാലം മുതൽ ഇരുമ്പ് യുഗം വരെയും ആദ്യകാല ചരിത്ര കാലഘട്ടം വരെയും മനുഷ്യവാസ കേന്ദ്രങ്ങളുടെ നിലനിൽപ്പിനെ കാണിക്കുന്നുണ്ട്. അപ്പോൾ മെഗാലിത്തുകൾ ഇരുമ്പ് യുഗത്തിലെ ശ്മശാന സ്മാരകങ്ങളാണ്. അപ്പോൾ ആദ്യകാല ചരിത്ര കാലഘട്ടത്തിൽ
ആദ്യകാല ചരിത്ര കാലഘട്ടത്തിലേക്ക് ഓവർലാപ്പ് ചെയ്യുന്നുണ്ട്. കൊടക്കല്ല്, തൊപ്പിക്കല്ല്, പാറവെട്ടിയ ഗുഹകൾ, കല്ല് വൃത്തങ്ങൾ, സിസ്റ്റർ, ഡോൾമൻ, മെൻഹിർ, ഏണ് എന്നിങ്ങനെ വിവിധ തരത്തിലുള്ള മെഗാലിത്തുകളുണ്ട്. അപ്പോൾ ഈ സ്മാരകങ്ങളിൽ ഇരുമ്പ്, മറ്റു ലോഹങ്ങൾ എന്നിവയെല്ലാം തന്നെ ശവക്കുഴികളിൽ സൂക്ഷിക്കുന്നുണ്ട്. ഇത് ഇവർക്ക് പുനർജന്മ വിശ്വാസത്തിലുണ്ടായിരുന്ന ഇവരുടെ പുനർജന്മ വിശ്വാസത്തെ എടുത്തു കാണിക്കുന്ന തരത്തിലുള്ളതാണ്. അപ്പോൾ ഇത്രയാണ് നമുക്ക് ഈ ഒരു ചാപ്റ്ററിൽ പറയാനുള്ളത്. ഇനി മൂന്നാമത്തെ മൊഡ്യൂളുമായിട്ട് നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ഓക്കെ, താങ്ക് യു.